ഹലോ, ഇന്ന് ഞാൻ നമ്മുടെ ചെറുകുന്ന് അമ്പലത്തിലെ ഉത്സവ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. അന്നപൂർണേശ്വരി ക്ഷേത്ര വിഷുവിളക്ക് ഉത്സവം തുടങ്ങി. 20-ന് സമാപിക്കും. വിവിധ പ്രദേശങ്ങളിലേക്കുള്ള ഉത്സവം എഴുന്നള്ളിപ്പും വിവിധ ദേശവാസികളുടെ കാഴ്ചവരവും ആചാര വെടിക്കെട്ടും നാദസ്വര കച്ചേരിയും ചാക്യാർ കൂത്തും തായമ്പക കേളി കൊമ്പുപറ്റും കൊണ്ട് ചെറുകുന്ന് കണ്ണപുരം ദേശവാസികൾക്ക് ഇനി 7 നാൾ ഉത്സവക്കാലമാണ്. പകലും രാത്രിയും നടക്കുന്ന വിവിധ കലാപരിപാടികളും വിഷുവിളക്ക് ഉത്സവത്തിന് മാറ്റുകൂട്ടും. വിഷുവിളക്ക് ഉത്സവത്തെ വരവേൽക്കാൻ ക്ഷേത്ര തിരുമുറ്റത്ത് വട്ടപ്പന്തൽ ഉയർന്നു. 101 തേക്കിൻകാലുകളിൽ ഉയർന്ന വട്ടപ്പന്തൽ ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമാണ്. മെടഞ്ഞ ഓലയും മുളയും വാരിയും പടങ്ങും കൊണ്ട് നിർമ്മിച്ചതാണ് വട്ടപ്പന്തൽ. ഏകദേശം 8 ലക്ഷം രൂപ ഇതിന് ചിലവ് വരും. ദിവസവും വൈകിട്ട് 6-ന് ഉത്സവം പുറത്തെഴുന്നള്ളിക്കും. 7 ദിവസവും മൊത്തമായിട്ട് അവിടെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. പക്ഷെ മോളുണ്ടായത് കാരണം അതിന് വലിയ പരിമിതികളുണ്ട്. എന്നാലും നമ്മൾ പറ്റുന്ന സമയത്തൊക്കെ പോകാറുണ്ട്. ഇതിപ്പം സന്ധ്യയ്ക്ക് നമ്മൾ പോയതാണ്. തിരിച്ചെത്താൻ വേണ്ടിയിട്ട് എന്തായാലും 12-1 മണിയെല്ലാം ആവും. എപ്പോഴും തിരക്കായിരിക്കും. ഇതുപോലെ ഒരുപാട് ചന്തകളുണ്ടാവും. ചന്ത ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. നമ്മളിതുപോലെ കസിൻസ് എല്ലാം ആയിട്ട് ചന്തയിൽ ഇതുപോലെ ഇങ്ങനെ കറങ്ങി നടക്കും. പിന്നെ കുറേ ഭക്ഷണമൊക്കെ വാങ്ങിക്കഴിക്കും. അങ്ങനെയൊക്കെ അത് ഭയങ്കര രസമാണ്. 7 ദിവസങ്ങളിൽ ഭയങ്കര രസമായിട്ട് നമ്മളിങ്ങനെ ആഘോഷങ്ങളുടെ ദിവസമായിരിക്കും. ഇനി ഇത് ഇപ്പം 20 രൂപയ്ക്ക് ഏതെടുത്താലും 20 രൂപ എന്നുള്ള സെക്ഷനാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇനിയിപ്പം 7-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും കുറേ സാധനങ്ങൾ തീർന്നിട്ടുണ്ടാവും. സാധാരണ 10 രൂപയ്ക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ 10 രൂപയുടെ സാധനങ്ങളില്ലാതെ അവർക്ക് നഷ്ടമാണ് എന്നുള്ളത് കൊണ്ടായിരിക്കും ഇത് ഏതെടുത്താലും 20. അതുപോലെ തന്നെ ഓരോ സെക്ഷൻസ് ഉണ്ടാവും. ചന്തയ്ക്ക് തന്നെ വേറൊരു ദിവസം തന്നെ ഉണ്ട്. ഇവിടെ നമ്മൾ ഉത്സവത്തിൻ്റെ ദിവസം ലാസ്റ്റ് ദിവസം ചന്ത എന്ന് പറഞ്ഞിട്ടുള്ള ദിവസം തന്നെ അതിനാവുമ്പോൾ നമുക്ക് വില പേശിയിട്ടൊക്കെ ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പറ്റും. നമ്മൾ സാധാരണ ഒരുപാട് സാധനങ്ങൾ അന്നത്തെ ദിവസം പോയിട്ട് വാങ്ങാറുണ്ട്. അപ്പോൾ ഞാൻ വരുന്ന ദിവസങ്ങളിലെല്ലാം ഇതിൻ്റെ വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആദ്യത്തെ ദിവസം തന്നെ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങാൻ നിന്നില്ല. വരുന്ന ദിവസങ്ങളിൽ വാങ്ങാമെന്ന് വിചാരിച്ചു. ഇതിപ്പം വിഷുവിൻ്റെ തലേ ദിവസമാണ്. പിറ്റേത്തെ ദിവസം നമ്മൾ രാവിലെ കണി കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓരോ ദിവസങ്ങളിൽ 7 ദിവസങ്ങളിലും പരമാവധി എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഉത്സവ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഉത്സവത്തിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല. എനിക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നാളെ തൊട്ടിട്ട് ഞാൻ ഓരോ ദിവസത്തേതും ഉത്സവത്തിൻ്റെതും പറ്റുന്നതൊക്കെ വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ എടുത്തതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ ഉത്സവം 2-ാമത്തെ ദിവസത്തിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.